ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കക്ക റൊട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ 1.25 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ നമുക്ക് മാവിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ 1.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും 4-5 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ അരച്ച് വെച്ച തേങ്ങയും പെരുംജീരകവും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പം ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മാവെല്ലാം ഇതേപോലെയാണ് ആക്കി എടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇതേക്ക് പരത്തിയെടുക്കാം. അപ്പം നമ്മളെ മാവെല്ലാം നമ്മൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൽ ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10-15 മിനിറ്റിനകത്ത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുളി ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ എണ്ണ കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇതിലേക്ക് 2 സവാള ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഉള്ളി ഒന്ന് വാടി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത് ഇതിനകത്തോട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്താണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു ലെവലിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. ഉള്ളി വാട്ടാൻ നേരം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് അല്ലെങ്കിൽ അടി പിടിക്കും.
തീ കുറച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിനി അതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ശകലം വെള്ളവും കൂടെ ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ശകലം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗരം മസാലയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട്. അതേപോലെ നമുക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊരു 5 മിനിറ്റും കൂടെ ഈ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചച്ചവ മാറാനായിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഞ്ഞിപ്പത്തലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഗ്രേവി ഒത്തിരി അങ്ങ് ആയിപ്പോരുത്. ചാറ് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേ നമ്മളിത് ചേർത്ത് കൊടുക്കാവൂ. ഗ്രേവി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിൽ തീ കൂട്ടി വെച്ച് പറ്റിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു താളിപ്പും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കക്ക റൊട്ടി ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനൊരു താളിപ്പും കൂടെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്യിലാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് തോന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും, കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത്. അപ്പോൾ നമ്മുടെ വറവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടിപൊളി ചിക്കൻ കക്ക റൊട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.